നമസ്കാരം. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്ന് വീണ്ടും ഒരു വീഡിയോ എടുക്കുന്നത്. യുദ്ധം ഒരു സ്റ്റേൽമേറ്റ് അല്ലെങ്കിൽ സെസഷൻ ഓഫ് ഹോസ്റ്റിലിറ്റി ആയിട്ട് ഇപ്പോൾ കുറച്ച് ആഴ്ചകളായി. ഇതിന് ശേഷം പല കാര്യങ്ങളും പുറത്ത് വരുന്നുണ്ട്. മിലിറ്ററി കാര്യങ്ങളിൽ എനിക്കൊന്നും പറയാനായിട്ടില്ല. കാരണം കൂടുതൽ ഇൻഫർമേഷൻ വരുന്നില്ല. എനിക്ക് മെയിനായിട്ട് അറിയേണ്ടത് നമ്മുടെ ലോസുകളാണ്. അതിനെപ്പറ്റി ഇന്ന് CDS എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. ഐ എം നോട്ട് ഷുവർ ഹൗ, ഒരു ക്ലാരിറ്റി ഉണ്ടായിട്ടില്ല. ബട്ട് ബി ദാറ്റ് ഇറ്റ് മേ, അത് ഇന്ത്യൻ ഗവൺമെൻറ് അവർക്ക് യോജിക്കുന്ന സമയത്ത് അവർ പറയും. ആൻഡ് ഐ എം റെഡി ടു വെയിറ്റ് ഫോർ ദാറ്റ്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഇതിന് ശേഷം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു പാനൽ ഓഫ് MPs സെലക്ട് ചെയ്തിട്ട് അവരെ പല പല ഗ്രൂപ്പുകളായിട്ട് പല പല വിദേശ രാജ്യങ്ങളിലേക്ക് അയച്ചു. എ ഗ്രൂപ്പ് ഓഫ് BJP ആൻഡ് നോൺ BJP MPs. അത് സെലക്ട് ചെയ്തിരിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസിൽ അഗ്രഗണ്യന്മാരായിട്ടുള്ള MPsനെയാണ്. ശശി തരൂർ, അസദുദ്ദീൻ ഒവൈസി, നമ്മുടെ ബ്രിട്ടാസ്, പിന്നെ വേറൊരു കമ്മ്യൂണിസ്റ്റ് MPയും കൂടി പോയിട്ടുണ്ട്. ആളുടെ പേര് എനിക്ക് വരുന്നില്ല. സുപ്രിയ സുലെ, അഭിഷേക് ബാനർജി TMC, അങ്ങനെ പല ആൾക്കാരും പോകുന്നുണ്ട്. ഇത് ശരിക്കും ആദ്യമായിട്ട് നടക്കണമല്ല. 71 യുദ്ധത്തിന് ശേഷം ഇന്ദിരാഗാന്ധി ഇതേപോലത്തെ ഒരു പാനൽ ഡിസൈഡ് ചെയ്തു. അത് ലീഡ് ചെയ്തത് വാജ്പേയി ആയിരുന്നു. വാജ്പേയിയാണ് ഫോറിൻ രാജ്യങ്ങളിൽ പോയിട്ട് ഇന്ത്യക്ക് വേണ്ടി ശക്തമായിട്ട് സംസാരിച്ചത്. ഓഫ് കോഴ്സ് ഇന്ദിരാഗാന്ധിനെയും ഗവൺമെൻറ് ഓഫ് ഇന്ത്യനെ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ഇത് നമുക്കിതൊക്കെ ഷോക്കായിട്ട് തോന്നുന്നതാണ് ഏറ്റവും വലിയ കഷ്ടം. ദിസ് ഈസ് എക്സാക്ട്ലി ഹൗ പൊളിറ്റിക്സ് ഷുഡ് ബി ഡൺ. ഈ രാഹുൽ ഗാന്ധിയെ പോലെയുള്ള 60 വയസ്സുകാരനായ യൂത്ത് ലീഡേഴ്സിനൊന്നും ഇത് മനസ്സിലാവില്ല. അവർക്കൊന്നും ഇത് മനസ്സിലാവാത്തതാണ് ഇന്ത്യയുടെ കഷ്ടകാലം. ഡൊമസ്റ്റിക്കിൽ എതിർപ്പുണ്ടാവാം, ഡൊമസ്റ്റിക് പൊളിറ്റിക്സിൽ എതിർപ്പുണ്ടാവണം. യു ഹാവ് ടു ബി challenging the party in power. That is the purpose of the opposition parties. That is the purpose of media. നമ്മളെല്ലാം എല്ലാ ഇന്ത്യക്കാർക്കും, ഒരൊറ്റ ഇന്ത്യക്കാരനും സർക്കാരിനെ വിശ്വാസമില്ല. പച്ചയ്ക്ക് പറയാലോ. 80 വയസ്സായി നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന്. വല്ലപ്പോഴെങ്കിലും സർക്കാർ പറഞ്ഞത് എന്തെങ്കിലും കാര്യം നമ്മൾ കണ്ണുമുട്ടി വിശ്വസിച്ചിട്ടുണ്ടോ? ഇല്ല. നമുക്കറിയാം ഈ സർക്കാർ നയിക്കുന്ന ആൾക്കാർ നമ്മളെ പറ്റിക്കാൻ വേണ്ടി നടക്കുകയാണ്. അപ്പോൾ നമ്മൾ അവരെ പറ്റിക്കാൻ വേണ്ടി നടക്കും. നമ്മുടെ നാട്ടിലെ എല്ലാ ആൾക്കാരും ടാക്സ് വെട്ടിപ്പും മറ്റേ വെട്ടിപ്പും സകല വെട്ടിപ്പുകളെല്ലാം ചെയ്യുന്ന ആൾക്കാർ എന്തുകൊണ്ടാക്കണം? ദർ ഇസ് എ ഹെൽത്തി ഡിസ്റെസ്പെക്ട് ടുവേർഡ്സ് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആൻഡ് ഇറ്റ് ഷുഡ് ബി ദർ. കാരണം വെൻ ദർ ഇസ് നോ ഹെൽത്തി ഡിസ്റെസ്പെക്ട്, ദെൻ ദർ ഇസ് നോ ഫോൾട്ട് കറക്ഷൻ മെക്കാനിസം. ആ ഫോൾട്ട് കറക്ഷൻ മെക്കാനിസം ഉണ്ടാവണം. ആൻഡ് ദാറ്റ് ഈസ് എക്സാക്ട്ലി വൈ this concept of criticism and distrust is exactly why we are a healthy democracy. But that does not mean you should be questioning your country or your nation when it's a matter of national interest. BJPനെ കുറ്റം പറയണം, മോദിനെ കുറ്റം പറയണം, പക്ഷെ അത് ഇന്ത്യനെ കുറ്റം പറയാനാവരുത്. There's a clear line. You have to know where the clear line is between BJP, Modi and India. അത് മനസ്സിലാക്കാത്തതാണ് രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ആൾക്കാർക്ക് പറ്റി ഏറ്റവും വലിയ അബദ്ധം. അസദുദ്ദീൻ ഒവൈസി എന്നുള്ള ആളെ പറ്റി അറിയാം. AIMIM, ഇദ്ദേഹത്തിൻ്റെ അച്ഛനും മുത്തശ്ശന്മാരുമായിട്ട് അവർ ഹൈദരാബാദ് സ്റ്റേറ്റിൽ MIM എന്നുള്ള പാർട്ടിയുടെ ആൾക്കാരായിരുന്നു. ഈ MIM പാർട്ടിയുടെ ആൾക്കാരാണ് റസാക്കാസ് എന്ന് പറയുന്ന പേരിലുണ്ടായിരുന്നത്. അതായത് പഴയ നിസാമിൻ്റെ ഹൈദരാബാദ് സ്റ്റേറ്റിലായിരുന്നപ്പോൾ ബ്രൂട്ടൽ വയലൻസ് നടത്തിക്കൂട്ടിയ ആൾക്കാരാണ് ഈ MIMിലത്തെ ആൾക്കാർ. അൺടോൾഡ് ക്രൂവൽറ്റീസ്, മാസ് ജനസൈഡൽ രീതിയിൽ ചെയ്തതാണ്. നമ്മുടെ 98-99 താലിബാനും അല്ലെങ്കിൽ ISIS സിറിയയിലും ഇറാഖിലും ചെയ്ത ആ ലെവല് വംശഹത്യ, ഇസ്ലാമിക് ടെററിസം നടത്തിയ ടീംസാണ്. ടെററിസം എന്ന് പറയില്ലേ, സ്റ്റേറ്റ് സ്പോൺസർഡ് ക്രൂവൽറ്റി, അത് നടത്തിയ ടീംസാണ് ഈ റസാക്കേഴ്സ്. അവരുടെ പാർട്ടിയാണ് MIM. ആ MIMൻ്റെ വംശപാരമ്പര്യമുള്ള അസദുദ്ദീൻ ഒവൈസിനെ എനിക്ക് ഇത്രയും കാലം നല്ല സംശയം തന്നെയായിരുന്നു. അയാളുടെ അനിയനുണ്ട്,
ഒരു മഹാപണ്ഡിതനാണ് അക്ബറുദ്ദീൻ ഒവൈസി. ആളാണ് പറഞ്ഞത് 10 മിനിറ്റ് പോലീസുകാർ മാറി നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ ബാക്കി എല്ലാവരും കൊന്നു തീർക്കും. 10 മിനിറ്റിൻ്റെ ഗ്യാപ്പിൽ നിങ്ങൾ മാറി നിന്നാൽ മതി, ഞങ്ങൾ എല്ലാവരും കൊന്നോളാം. അക്ബറുദ്ദീൻ ഒവൈസിയുടെ ഈ വാക്കുകൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ആളിപ്പോഴും ആ ടൈപ്പ് ഡയലോഗാണ്. പക്ഷെ അസദുദ്ദീൻ ഒവൈസി ആസ് എ ലീഡർ, ആൾ ഇതുവരെ പോളിഷ്ഡ് ആയിട്ടാണ് സംസാരിക്കും. ഇങ്ങനത്തെ വൃത്തികേട് പബ്ലിക്കലി അറ്റ്ലീസ്റ്റ് ഇംഗ്ലീഷിൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ല. പൊളിറ്റിക്കൽ ഒപ്പോസിഷൻ ഉണ്ടായിരുന്നു, യെസ്, ബട്ട് ദ വേ ഹി സ്പോക്ക് ദിസ് ടൈം, he has earned my respect. If I had a chance, if given an option, I have zero hesitation in giving my vote for him, because he has shown that he has the national spirit, and that was lacking. പല നേതാക്കന്മാരും അവരുടെ നാഷണൽ സ്പിരിറ്റ് കളഞ്ഞു. ഇൻ ദ ഫോം ഓഫ് പെറ്റി പൊളിറ്റിക്സിന് വേണ്ടിയിട്ട് നാഷണൽ സ്പിരിറ്റ്സിനെ കളഞ്ഞ കുറേ പൊളിറ്റീഷ്യൻസ് ഉണ്ട്. ശശി തരൂരിന് ഞാൻ വോട്ട് ചെയ്യും, because he became the ambassador that India needed. പോകുന്ന സ്ഥലത്ത് പറഞ്ഞ രീതിയിൽ ഇന്ത്യയുടെ വാക്കുകൾ കൃത്യമായിട്ട് മെസ്സേജ് ചെയ്തു. സെയിം തിങ് ജോൺ ബ്രിട്ടാസ്. എനിക്ക് ഒരു ഇഷ്ടമില്ലാത്ത മനുഷ്യനാണ്, ബട്ട് ഐ റെസ്പെക്ട് ഹിം ഫോർ ടേക്കിംഗ് എ സ്റ്റാൻഡ് ഫോർ ഇന്ത്യ. ആസ് എ പാർട്ടി നിങ്ങൾക്ക് പല ഇതുണ്ടാവും, ഫെയർ എനഫ്, യു ആർ എൻടൈറ്റിൽഡ് ടു ഇറ്റ്. പക്ഷെ വെൻ പുഷ് കംസ് ടു ഷോ, ഇഫ് യു ക്യാൻ സ്റ്റാൻഡ് ഫോർ ഇന്ത്യ, ദെൻ യു ഹാവ് മൈ വോട്ട്. ഡൊമസ്റ്റിക് പൊളിറ്റിക്സിൽ ഡിഫറൻസസ് ഉണ്ടാവും. ഞാൻ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ I would actually, I prefer to vote for the person who is capable. 2011 ഞാൻ ഇവിടെ തൃപ്പൂണിത്തുറയിൽ അസംബ്ലി ഇലക്ഷന് വോട്ട് ചെയ്തപ്പോൾ ഇവിടുത്തെ തൃപ്പൂണിത്തുറ MLA ഒരു മഹാനെ വോട്ട് ചെയ്തത്. കാരണം കുറേ ടേംസ് ആയിട്ട് തൃപ്പൂണിത്തുറനെ റെപ്രസെൻ്റ് ചെയ്ത കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയക്കാരനാണ്. ആൾ ശരിക്കും അങ്കമാലിന്നോ മറ്റോ ആണ്. ആളുടെ പേര് ഞാൻ പറയുന്നില്ല, പറയാൻ പേടിയാണ്. കാരണം ആളെല്ലായിടത്തും കാണുന്നത് ആൾ നല്ലത് മാത്രം ചെയ്യാനുണ്ടായിരുന്നുള്ളൂ. സോ ഐ ഹാഡ് എ റെസ്പെക്ട് ഫോർ ഹിം. അയാൾക്ക് ഞാൻ വോട്ട് ചെയ്തു. പിന്നെ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് 2011, 2016 കാലത്ത് ഈ മഹാൻ മന്ത്രിയായിട്ട് ഇവിടെ കാട്ടിക്കുട്ടിയ പേക്കൂത്തുകൾ, അഴിമതിയും പിന്നെ കുറേ പേക്കൂത്തുകളും. ഇവിടെ നാട്ടിലെ ആൾക്കാർക്ക് നടക്കാൻ പറ്റാറുണ്ടായിരുന്നില്ല. ആളുടെ ഒരു വണ്ടിയും ഈ തൃപ്പൂണിത്തുറയിലെ ആളുടെ വണ്ടി ചീറിപ്പാഞ്ഞ ആൾക്കാരുടെ മേത്ത് കയറി ഇടിക്കുക, പിന്നെ മന്ത്രിയാണല്ലോ ധാർഷ്ട്യത്തിൽ ആൾക്കാരുടെ മേൽ കുതിര കയറുക. അതിനുശേഷം ആൾക്കാർ ഞാൻ വോട്ട് ചെയ്തിട്ടില്ല, ഇനി വോട്ട് ചെയ്യുകയും ചെയ്യില്ല. എന്നെപ്പോലെ ഒരു സാധാരണ മനുഷ്യന് ഒന്നുകിൽ മനുഷ്യൻ നല്ലതാണെന്ന് എനിക്ക് അറിയുകയാണെങ്കിൽ ഞാൻ ആ മനുഷ്യന് വോട്ട് ചെയ്യും. രണ്ട് മനുഷ്യരെ എനിക്ക് കാൻഡിഡേറ്റ്സിന് അറിയില്ലെങ്കിൽ പാർട്ടി നോക്കിയിട്ട് വോട്ട് ചെയ്യും. നമ്മളെ കൊണ്ട് അതൊക്കെ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഈ രണ്ട് ഫാക്ടേഴ്സ് നമ്മൾ നോക്കണം. പാർട്ടി ആലോചിക്കണം, പക്ഷെ പാർട്ടി ആലോചിക്കുമ്പോഴും ഒന്ന് ആലോചിക്കണം, ഈ പാർട്ടിക്ക് വോട്ട് ചെയ്താൽ ഈ പാർട്ടിയുടെ നേതാവായിട്ട് വരുന്ന ആള് പാർട്ടിക്ക് വേണ്ടി നിൽക്കുമോ അതോ രാജ്യത്തിന് വേണ്ടി നിൽക്കുമോ? കാരണം നമ്മളും പല കാര്യങ്ങൾ കാട്ടുന്നുണ്ട്. മോദിനെ നമ്മളൊരു വിശ്വാസത്തിലാണ് നമ്മൾ വോട്ട് ചെയ്യണത്. ഈ മോദി റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും BJP ഒരൊറ്റ ഒരാളെ വിശ്വസിക്കാൻ പറ്റുള്ളൂ? കൊള്ളില്ല. BJP എന്നുള്ള പാർട്ടി നമുക്ക് ആർക്കും ഇല്ലാതെ വലിയ വിശ്വാസമൊന്നുമില്ല. മോദി എന്നുള്ള ഒരാൾ ആളുടെ കാലിബർ, പറഞ്ഞ കാര്യം ചെയ്യാനുള്ള കാലിബർ വെച്ചിട്ടാണ് നമ്മൾ വോട്ട് ചെയ്യണത്. ഞാനീ പറയാനുള്ള വന്ന കാരണം നമ്മൾ ആലോചിക്കണം, രാഷ്ട്രീയം എങ്ങനെ ആയിരിക്കണം എന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ശശി തരൂർ, ഒവൈസി അവരെ കണ്ടുപഠിക്കണം. രാഷ്ട്രീയം എങ്ങനെ ആവാൻ പാടില്ല എന്ന് പഠിക്കണമെങ്കിൽ രാഹുൽ ഗാന്ധി, പവൻ ഖേറ, ഖർഗെ, പിന്നെ എസ്പെഷ്യലി കാളകൂടവിഷം എന്ന് പറയാവുന്ന സാധനം കേരള കോൺഗ്രസിൻ്റെ ട്വിറ്റർ ചാനൽ ഞാൻ 2 മാസമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. കാരണം അതിൽ ഊഹിക്കാൻ പറ്റാത്തതിൽ ഭയങ്കരമായ കാളകൂടവശങ്ങളാണ് അതിനകത്ത്. ഇതൊക്കെ കാണണം, രാഷ്ട്രീയം എന്താവരുത് എന്നറിയാൻ വേണ്ടിയിട്ട്. ഇത്രയും വെച്ചിട്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. താങ്ക് യു.